കർണാടകയിലെ ഹംപിയിൽ വിദേശ ടൂറിസ്റ്റിനെ അടക്കം 2 പേരെ കൂട്ടബലാത്സംഗം ചെയ്തു. ഹോം സ്റ്റേയിലുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാളെ കനാലിൽ തള്ളിയിട്ടു കൊന്നു എന്ന വാർത്തയാണ് വരുന്നത്. പ്രതികൾക്കായി തെരച്ചിൽ നടക്കുകയാണ്. കർണാടകയിലെ ഹംപിയിലാണ് വിദേശ ടൂറിസ്റ്റിനെ അടക്കം 2 പേരെ കൂട്ടബലാത്സംഗം ചെയ്തത്. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. വിശദാംശങ്ങൾ മഹേഷ് പോലൂർ നൽകും. മഹേഷ്, എപ്പോഴാണ് ഈ സംഭവം, എന്താണ് ഉണ്ടായത്? ദിവ്യ, ഇന്നലെ രാത്രിയാണ്, വളരെ ഏറെ വൈകിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കർണാടകയിലെ ഹംപിയിൽ ഗംഗാവതി താലൂക്കിൽ അനകൊണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ഇസ്രായേലി യുവതി, അവർ താമസിക്കുന്ന ഒരു ഹോം സ്റ്റേ നടത്തിപ്പുകാരിയായ കർണാടക സ്വദേശിയായ ഒരു യുവതി, അതുകൂടാതെ അവിടെ അമേരിക്കക്കാരനായ ഒരു യുവാവ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു യുവാവ്, ഒറീസയിൽ നിന്നുള്ള വേറൊരു യുവാവ്, ഇവർ പല ഡേറ്റിലായി ഈ ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഹോം സ്റ്റേ നടത്തിപ്പുകാരി യുവതി ഉൾപ്പെടെയുള്ള ആളുകളെ തുംഗഭദ്ര കനാലിൻ്റെ തീരത്ത് കൊണ്ടുപോയി രാത്രി സമയത്ത് ആകാശ നിരീക്ഷണം, നക്ഷത്രങ്ങളെ കാണിച്ച് തിരികെ വരുന്ന സമയത്ത് ഈ തുംഗഭദ്ര കനാലിൻ്റെ വശത്തുകൂടെ 3 യുവാക്കൾ ബൈക്കിലെത്തിയ ശേഷം ഇവരോട് പെട്രോൾ അടിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു. അതിനുശേഷം പെട്രോൾ അടിക്കാൻ പണം വേണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി. 100 രൂപ വേണം എന്നുള്ള പേരിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ എതിർക്കാൻ ശ്രമിച്ച ഈ യുവാക്കളായ 3 പേർ, ഈ ഹോം സ്റ്റേയിൽ തന്നെ താമസിക്കുന്ന 3 പേർ, ഈ അമേരിക്കക്കാരൻ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര സ്വദേശി, ഒപ്പം ഒറീസയിൽ നിന്നുള്ള വിഭാഷ് എന്ന് പറയുന്ന മറ്റൊരു യുവാവ്, ഈ 3 പേരെയും ആക്രമിക്കാൻ തുടങ്ങി, കല്ല് വെച്ച് ആക്രമിക്കാൻ തുടങ്ങി. 3 പേരെയും തുംഗഭദ്ര കനാലിലേക്ക് തള്ളിയിട്ടു. ഈ തള്ളിയിട്ടതിന് ശേഷം ഈ യുവതികളെ, അതായത് ഈ ഇസ്രായേലിൽ നിന്നുള്ള ടൂറിസ്റ്റായ യുവതിയെയും ഒപ്പം തന്നെ ഈ ഹോം സ്റ്റേ നടത്തുന്ന യുവതിയെയും ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ. അവരുടെ പരാതി അങ്ങനെയാണ്. മാത്രമല്ല, ഈ കൂട്ടബലാത്സംഗത്തിന് ശേഷം ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണും പണവും ഈ സംഘം കവരുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ കനാലിൽ തള്ളിയിട്ട കൂട്ടത്തിലുള്ള ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും, ഹംപിയിൽ നിന്നും വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. 2 യുവാക്കളെയും ഇപ്പോൾ ആ കനാലിൽ തന്നെ തള്ളിയിട്ടു, 3 പേരെയും തള്ളിയിടുകയായിരുന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് അറിയുന്നു. മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ നടന്നു വരികയാണ്. 2 പേരും, ഈ കനാലിൽ തള്ളിയിട്ട മറ്റ് 2 പേരും ജീവൻ നഷ്ടപ്പെടാതെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ യുവാക്കളെ ക്രൂരമായി, ഈ യുവാക്കളിൽ ഒരാൾ, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒറീസ സ്വദേശിയായ ബിഭാഷാണ് കൊല്ലപ്പെട്ടതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ബിഭാഷ് ഈ കൂട്ടത്തിലുള്ള 100 രൂപ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 20 രൂപ കൊടുത്തിരുന്നു. അതിനുശേഷം കല്ല് വെച്ചും മറ്റും ഈ യുവാക്കളെ ഈ സംഘം ആക്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കനാലിലേക്ക് തള്ളിയിട്ടത്. അതിൽ 2 പേർ, ഈ ഡാനിയൽ എന്ന് പറയുന്ന US സ്വദേശി, മറ്റൊരു മഹാരാഷ്ട്ര സ്വദേശി, ഈ 2 പേർ അവർ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ബിഭാഷിനെ കാണാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരു പൂർണ്ണ ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ഈ യുവാക്കളെ കനാലിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് ഈ പറയുന്ന യുവതികളെ, അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റായി എത്തിയ യുവതിയെയും ഒപ്പം തന്നെ ഈ ഹോം സ്റ്റേ നടത്തുന്ന വനിതയെയും ക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ഈ 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഇവരുടെ ഫോൺ, ഇവരുടെ പണം ഉൾപ്പെടെയുള്ള, പേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. കൂട്ടബലാത്സംഗത്തിനും ഒപ്പം തന്നെ മോഷണ ശ്രമത്തിനും കായികമായി ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും വ്യാപകമാക്കിയിട്ടുണ്ട്. പ്രതികളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹം അല്പസമയം മുൻപ് അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മഹേഷ്, പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? ഹംപി സ്വദേശികൾ തന്നെയാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളാണോ? എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതായത് ആരാണ്, സ്വാഭാവികമായും പ്രാദേശികമായുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്ന് നേരിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളുകളാവണം, ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാവണം, പ്രാദേശികമായി അവിടെ തമ്പടിച്ച കൂട്ടത്തിലുള്ള ആളുകളിലേക്കുള്ള പരിശോധനയും മറ്റുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പോലീസ് വ്യാപകമായ ഒരു തിരച്ചിൽ പ്രതികൾക്കായിട്ട് നടത്തുന്നുണ്ട്. വളരെ ആസൂത്രിതമായി വന്ന് പണം ചോദിക്കുകയും അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന എന്ന് പറയുന്ന ഈ ടൂറിസ്റ്റുകളൊക്കെ പല തീയതികളിലായിട്ട് വന്ന് അവിടെ വന്ന് താമസിക്കുന്നത്, ഇവർ കൂട്ടമായി വന്ന് താമസിക്കുന്നതെല്ലാം ഈ പീഡിപ്പിക്കപ്പെട്ട യുവതി എന്ന് പറയുന്ന ഇസ്രായേലി വനിതയാണ്, 27 വയസ്സുള്ള വനിതയാണ്. അവർ അവിടെ വന്ന് ഒരു ദിവസം താമസിക്കുന്നു. അമേരിക്കൻ സ്വദേശിയായ ഡാനിയൽ എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹവും മറ്റൊരു തീയതിയിൽ വന്ന് താമസിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ നടത്തി, സാധാരണഗതിയിൽ ഹംപി നമുക്കറിയാവുന്നതാണ്, കർണാടകയിലെ ഏറ്റവും
ടൂറിസം മേഖലയിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പല കോണിൽ നിന്ന്, ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നു. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഇതിന്റെ ഒരു കൂടുതൽ ചിത്രം വ്യക്തമാകും. പോലീസിനായിട്ടില്ല. കർണാടകയിലെ ഹംപിയിലാണ് വിദേശ ടൂറിസ്റ്റിനെ അടക്കം 2 യുവതികളെ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഹോം സ്റ്റേയിലുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാളെ കനാലിൽ തള്ളിയിട്ട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും നിലവിൽ പോലീസ് സംഘത്തിന് ലഭ്യമായിട്ടില്ല. വിശദാംശങ്ങളാണ് മഹേഷ് പോലൂർ നൽകിയത്.